നമസ്കാരം. എങ്ങനെയാണ് ചില മനുഷ്യർക്ക് മനുഷ്യത്വമില്ലാതാകുന്നത്? ചില വാർത്തകൾ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. അച്ഛൻ മരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അറിഞ്ഞ് വീട് പൂട്ടിപ്പോയ മകനും മരുമകളും. ഇവരൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരാണോ? ഇവർക്കൊക്കെ മനുഷ്യത്വമുണ്ടോ? ഇവരെ എങ്ങനെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയും? മകന്റെയും മരുമകളുടെയും ഉപദ്രവം സഹിക്കാൻ കഴിയുന്നില്ലെന്നും വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് 8 മാസങ്ങൾക്ക് മുൻപാണ് തൃശൂർ അരിമ്പൂർ കൈപ്പിള്ളി പ്ലാക്കൻ തോമസും ഭാര്യ റോസിലിയും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അതോടെ അവർ 2 വൃദ്ധസദനങ്ങളിലായി. തോമസ് മണലൂർ സാൻജോസ് കെയർ ഹോമിലും റോസിലി കാരമുക്ക് കൃപാസദനത്തിലും. നോക്കൂ, 2 ആൺമക്കളുള്ള അച്ഛനമ്മമാരുടെ ഗതികെട്ടൊരവസ്ഥയാണിത്. ഇന്നലെ പുലർച്ചെ പനി ബാധിച്ച് സാൻജോസ് കെയർ ഹോമിൽ വെച്ച് തോമസ് മരിച്ചു. തോമസിന്റെ മരണം റോസിലി അറിയിച്ചു. അവരെ ഭർത്താവിന്റെ മൃതദേഹത്തിനടുത്ത് കൊണ്ടുവന്നു. പിന്നീട് വീട്ടിലെ ശുശ്രൂഷകൾ നടത്താൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെ ശുശ്രൂഷകൾ നടത്തിയതിനു ശേഷം അവരുടെ ഇടവക പള്ളിയിൽ അടക്കം ചെയ്യാനാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അപ്പന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അറിഞ്ഞ് മകൻ ജെയ്സണും മരുമകൾ റിൻസിയും വീട് പൂട്ടി സ്ഥലം വിട്ടു. ഇതോടെ അയൽക്കാരും ഇവരുമായി അടുപ്പമുള്ളവരുമൊക്കെ ജെയ്സനെ വിളിച്ച് അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നത് വരെയെങ്കിലും അപ്പന്റെ മൃതദേഹം വീടിനകത്ത് കയറ്റാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ അയാൾ വരാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസും ഒക്കെ ജെയ്സനെ വിളിച്ചു. അയാൾ ഫോണെടുത്തില്ല. എന്നാൽ അതോടെ റോസിലി ഒരു തീരുമാനമെടുത്തു. തങ്ങളെ കയറ്റാത്ത വീട്ടിലേക്ക് തങ്ങൾക്കും കയറണ്ട. മുറ്റത്ത് മഞ്ചയിൽ കിടത്തി ശുശ്രൂഷകൾ ചെയ്തു. വൈകിട്ട് ഇറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു തോമസിനെ. അതുവരെയും മകനോ മരുമകളോ ആ വീട്ടിലേക്ക് വന്നതേയില്ല. വിൻസൺ എന്നൊരു മറ്റൊരു മകൻ കൂടിയുണ്ട് തോമസിനും റോസിലിക്കും. അങ്ങനെ ഒരു ദിവസത്തേക്ക് മാത്രം ഒരിക്കൽ കൂടി തോമസും റോസിലിയും സ്വന്തം വീട്ടുമുറ്റത്ത് ഒന്നിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് മനുഷ്യത്വമില്ലാത്തവരും മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നത്.